നമ്മൾ ഇനി അടുത്ത ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കണ്ടിന്യൂസ് കേസിലാണെങ്കിൽ എങ്ങനെയാണ് റേഞ്ചും കോഎഫിഷ്യന്റ് ഓഫ് റേഞ്ചും കണ്ടുപിടിക്കുക എന്ന് നോക്കാം. ക്വസ്റ്റ്യൻ: കാൽക്കുലേറ്റ് റേഞ്ച് ആൻഡ് കോഎഫിഷ്യന്റ് ഓഫ് റേഞ്ച്. ഇവിടെ മാർക്സ് 5 to 10, 10 to 15, 15 to 20, 20 to 25, 25 to 30, 30 to 35, 35 to 40. Number of students 2, 6, 10, 15, 7, 4 and 2. ഇതറിയാം, ഇതൊരു കണ്ടിന്യൂസ് ക്ലാസ് ഇന്റർവെൽ ആണ്. സോ കണ്ടിന്യൂസ് ക്ലാസ് ഇന്റർവെല്ലിൽ റേഞ്ചും കോഎഫിഷ്യന്റ് ഓഫ് റേഞ്ചും എങ്ങനെയാണ് കാണുന്നത് എന്ന് നോക്കാം. സോ നമുക്കറിയാം റേഞ്ച് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ് അല്ലെ? നമുക്കറിയാം അല്ലെ, റേഞ്ച് എന്താ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? h minus l. h എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഹയസ്റ്റ് വാല്യൂ. l എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ലോവസ്റ്റ് വാല്യൂ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു വരുന്നു, ദാറ്റ് ഈസ് ദ ഫ്രീക്വൻസി അല്ലെ? അപ്പൊ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇവിടുത്തെ ഫ്രീക്വൻസി ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താ? റേഞ്ച് കാണാൻ നേരത്തെ നമ്മൾ ആരെ നോക്കേണ്ട? ഫ്രീക്വൻസിയെ നോക്കണ്ട അല്ലെ? സോ റേഞ്ച് ഇവിടത്തെ ഈ കണ്ടിന്യൂസ് ക്ലാസ് ഇന്റർവെല്ലിലെ ഹയസ്റ്റ് വാല്യൂ എത്രയാണ്? ദാറ്റ് ഈസ് 40 മൈനസ് ലോവസ്റ്റ് വാല്യൂ എത്രയാണ്? ഇവിടുത്തെ ലോവസ്റ്റ് വാല്യൂ എത്രയാണ്? 5. സോ 40 മൈനസ് 5 എത്രയാണ്? 35. എളുപ്പമല്ലേ? ഇനി നമുക്ക് എന്ത് കാണണം? കോഎഫിഷ്യന്റ് ഓഫ് റേഞ്ച് കണ്ടുപിടിക്കണം അല്ലെ? കോഎഫിഷ്യന്റ് ഓഫ് റേഞ്ച് കാണണം. കോഎഫിഷ്യന്റ് ഓഫ് റേഞ്ച് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? h മൈനസ് എൽ ഡിവൈഡഡ് ബൈ h പ്ലസ് എൽ. സോ h എത്രയാണ് നമുക്ക് കിട്ടിയത്? 40 മൈനസ് 5 ഡിവൈഡഡ് ബൈ 40 പ്ലസ് 5 ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 35 divided by 45 and that is equal to 0.78. So ഇതാണ് ഇവിടുത്തെ കോഎഫിഷ്യന്റ് ഓഫ് റേഞ്ച് എന്ന് പറയുന്നത്. സോ റേഞ്ചില് നമ്മൾ എല്ലാ കേസും നോക്കി, ഇൻഡിവിജ്വൽ കേസ്, ഡിസ്ക്രീറ്റ് കേസ്, കണ്ടിന്യൂസ് കേസ്. സോ റേഞ്ചിന്റെ എല്ലാ പ്രോബ്ലം നമ്മൾ ഇവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. സോ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.